ഏതോ ഒരു വാണം തെണ്ടിത്തരം ചെറ്റത്തരം ചെയ്തതിനും ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തമ്മിൽ ചാവാതിരിക്കുക, ചിന്തിക്കുക. ഇത് മുതലെടുക്കുന്ന ഒരു വിഭാഗം വേറെ ഉണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. അപ്പൊ മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മുതലെടുക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാണ്ട് പോകരുത്. കാരണം ഇന്ന് ഇത് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്രിയേറ്റേഴ്സും തന്നെയാണ്. ആ ഒരു പോസ്റ്റ് ഉണ്ടാക്കി അവൻ വന്ന് മാപ്പ് പറഞ്ഞു, ഇപ്പൊ കേസ് എടുത്തു. അതുപോലെ തന്നെ എന്താ പറയാ, അവൻ ചെയ്തത് ബോധമില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ്, തെണ്ടിത്തരം ചെറ്റത്തരം തന്നെയാന്നൊക്കെ പറയാം. ഓക്കെ, എല്ലാം ഓക്കെ. അതിന്റെ പേരിൽ ഒരു ബന്ധമില്ലാതെ ഒരുപാട് പേര് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കൊന്നും അടക്കാൻ പറ്റുള്ള. ഇപ്പൊ ഈ പുള്ളിയൊക്കെ ഉണ്ടല്ലോ, വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. ആ വീഡിയോയില് പുള്ളി പറയുന്നത് കറക്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ പുള്ളി കുറ്റപ്പെടുത്തിയാണ് പറയുന്നത്. ഒരു ഹിന്ദു ബേസ് ചെയ്തിട്ട് കുറ്റപ്പെടുത്തി പറയുന്നത്, രണ്ടു വിഭാഗക്കാരായിട്ടല്ല. അതിന്റെ ഇടയിൽ ഓരോരുത്തർ വരുന്ന കമന്റുകൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീനും ഒരു ടീമിനും ഒരു സമുദായത്തിന്, ഒരു ന്യൂനപക്ഷ സമുദായത്തിന് അല്ലെങ്കിൽ ഹിന്ദുക്കളും പരസ്പരം മുസ്ലിങ്ങളും തമ്മിൽ ഇടിയാണ്, തല്ലാണ്. അതിന്റെ ഇടയിൽ പുള്ളിയൊക്കെ തന്നെ കമന്റ് തന്നെ വായിച്ചു നോക്കി. ഈ ഒരു കമന്റ് നിങ്ങൾ വായിച്ചു നോക്കി. എത്ര ഒരു ലേഡി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ അതിന് അത്രയും മോശമായിട്ടാണ് കമന്റ് ഇടുന്നത്. പിന്നെ ഇവനൊക്കെ ആരാണെന്നുള്ളതും എന്താണെന്നുള്ളതും അവൻ അറിയാവുന്നവർക്കും പബ്ലിക്കലി അറിയാൻ പറ്റും. അതിന് വലിയ നല്ല പുള്ളിയാണ് ചമയണത്. അത് പോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്ന ഒരു മാപ്പ് കൊടുക്കുക, അവർക്ക് കേസ് എടുത്തില്ല. അത് ചർച്ചകൾ ഇതിപ്പോഴും ഇതിനു വേണ്ടി കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ അതും ഇതും അതൊക്കെ എന്തിനാ ഞാൻ ചോദിക്കണം. നമ്മൾ പരസ്പരം നമ്മൾ എന്തിനാ തമ്മിൽ തല്ലി ചാവാണ്ടിരിക്കുക. ഇത് മുതലെടുത്തവരാണ് ഈ കുത്തിപ്പൊക്കി വേറെ രീതിക്ക് പോണ ഈ സാധനം. അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഒരു ഒത്തൊരുമ അത് നശിപ്പിച്ച അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് ഉള്ള കുറെ ടീമുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ച് അതിനെ കിട്ടും. ചിലപ്പോൾ ഈ കമന്റും ഇതിന്റെ കമന്റിലും വരുമല്ലോ. അപ്പൊ അവർക്ക് നമ്മളായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കായിരിക്കും. അതവിടെ കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ മീശമാധവനിൽ നമ്മുടെ അശോക് ചേട്ടൻ, അശോകൻ ആ ഒരു വേഷം കിട്ടിയിട്ട് എത്ര മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇന്നിപ്പോ ട്രോളുകളിലും പല കാര്യങ്ങൾക്കും വേണ്ടി കണിയെന്നും പറഞ്ഞു പല ആൾക്കാരും വേഷം കിട്ടിയത് എത്ര മോശമായിട്ടാണ്. ഇത് ചിത്രീകരിക്കേണ്ട ആൾക്കാർ ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കേണ്ടത് വളരെയായിട്ട് എടുത്ത് അത് ചിത്രീകരിച്ചിടും. അത് ഉറപ്പാണ്. അത് അങ്ങനെ ആ ബുദ്ധിയിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ പരസ്പരം അങ്ങോട്ടും തമ്മിൽ തല്ലിയ ഒരാളുടെ മുതലെടുക്കാനോ അവർ മുതലെടുത്തും തമ്മിൽ തല്ലാണ്ടിരിക്കുക. അതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്, ലീഗലി മുന്നോട്ട് പോകുന്നുണ്ട്. അവരൊന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അവരൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അത് ചെയ്ത് ഇത്തരം തന്നെ ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു സമയത്ത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതും ഇത്രയും പിടിക്കാൻ ക്യാച്ചിങ്ങിന് ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇത് വിട്ട് കളയാ. ഇത് അന്യായ ചർച്ചയിലേക്ക് പോകണം, വേറെ ഏതോ രീതിക്ക് ചർച്ചയിലേക്ക് പോകണം. ഇവിടെ ഇടി തല്ലും, ഇവിടെ രണ്ടു വിഭാഗക്കാർ തമ്മിൽ തല്ലി തീരും എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് പോകണം. സൂക്ഷിക്കുക.